നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഉണ്ടംപൊരി അല്ലെങ്കിൽ ബോണ്ടയുടെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാര പൊടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മിക്സിയിലിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പൊടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പഞ്ചസാരയ്ക്ക് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാതെയും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഒരു പഴമാണ് ചേർക്കുന്നത്. റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു പഴമാണ്, ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതും കൂടി നമുക്കിതിലോട്ട് തന്നെ കട്ട് ചെയ്ത് ചേർക്കാം. പഴം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പഴം ഇല്ലാതെയും നമുക്കിത് ഉണ്ടാക്കാം. അതേപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് ശർക്കര ഉരുക്കിയെടുത്തതിന് ശേഷം ശർക്കര പാനി വെച്ചിട്ട് നമുക്ക് ഇത് തയ്യാറാക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. പഞ്ചസാര ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തു. വെള്ളമൊന്നും ചേർക്കാതെ വേണം ഇതുപോലെ അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർക്കാം. ഇതേ അളവിൽ തന്നെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ മൈദയും ഗോതമ്പ് പൊടി 1/2 കപ്പ് വീതമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിൽ തന്നെ വെച്ച് ഉണ്ടാക്കാം. പക്ഷേ ഒന്നും കൂടി നല്ലത് മൈദയും ഗോതമ്പ് പൊടിയും പകുതിയായിട്ട് ചേർക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ കിട്ടും. അതല്ലെങ്കിൽ മുഴുവനായിട്ടും 1 കപ്പ് മൈദ വെച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് റവയാണ് വേണ്ടത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല, അതും കൂടി ചേർക്കാം. റവ ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും, പിന്നെ നല്ലൊരു ടേസ്റ്റും അതിനൊരു ടെക്സ്ചറൊക്കെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. റവയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി ചേർക്കാം. പക്ഷേ കൂടുതലും ടേസ്റ്റ് നമുക്ക് റവ ചേർക്കുമ്പോഴാണ്. പിന്നെ 1 നുള്ളു ഉപ്പും കൂടി ചേർക്കാം. പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം, അതായത് നമ്മുടെ അപ്പക്കാരം കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ തേങ്ങാക്കൊത്ത് ആരും കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് തേങ്ങാക്കൊത്താണ് ചേർക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. തേങ്ങ നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഞ്ചസാരയുടെയും പഴത്തിൻ്റെയും കൂട്ട് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾ ശർക്കര പാനിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ശർക്കര ഉരുക്കിയതിന് ശേഷം ചേർത്താലും മതി. പിന്നെ ശർക്കര ഉരുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം ഉരുക്കിയെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് വെള്ളം പോലെ ആയി പോരുത്. ഇനി ഇതാദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൈവച്ച് തന്നെ കുഴച്ചെടുക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു അളവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. വെള്ളം ഒട്ടും തന്നെ കൂടി പോരുത്. മാക്സിമം ഒരു 1/2 മുതൽ 3/4 കപ്പോളം വെള്ളം വേണ്ടി വരും ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളിത് കുഴയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. വെള്ളം ഒട്ടും തന്നെ കൂടിപ്പോരുത്, അതേസമയം വെള്ളം കുറയാനും പാടില്ല. അപ്പോൾ നമ്മളിത് കുഴച്ചെടുത്തു. ഒട്ടും തന്നെ കട്ടിയൊന്നും ഇല്ലാത്ത വിധം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തു. ഈ ഒരു പരത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അതായത് നമ്മൾ ഈ മാവെടുത്തിങ്ങനെ മുകളിൽ നിന്ന് ഇടുമ്പോൾ ഒരു കട്ട പോലെ ഇങ്ങനെ വന്ന് വീഴണം. ഈ ഒരു പരത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കുഴച്ചെടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 3-4 സെക്കൻഡ് നേരത്തേക്ക് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് ഇവിടെ അടിച്ചെടുത്തു. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് മാക്സിമം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നമുക്ക് നന്നായിട്ട് ആ ഒരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 5-6 മണിക്കൂർ വരെയൊക്കെ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് രാത്രി നമ്മളിത് മാവ് ഇതുപോലെ കലക്കി വെച്ച് രാവിലെ നമുക്ക് ബോണ്ട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒന്നും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതൊരു 4 മണിക്കൂറാണ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചത്. അപ്പോൾ നമ്മളിത് എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ തന്നെ കുറച്ചൊന്ന് ഫെർമെൻ്റ് ആയ പോലെ ഉണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഏലക്കപ്പൊടി നേരത്തെ ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഏലക്കപ്പൊടി കൂടി ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഏലക്ക മുഴുവനായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഏലക്കയും കൂടി അതിൻ്റെ കൂടെ ചേർത്ത് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഒന്ന് ഫെർമെൻ്റ് ആയപ്പോൾ തന്നെ നല്ലൊരു പഞ്ഞി പോലെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമ്മളിത് എത്ര നേരം ഫെർമെൻ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് വൈകുന്നേരം ചായക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഈ മാവൊക്കെ കലക്കി വെച്ചാൽ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കുമ്പോഴേക്കും കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനിത് വറുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷം തീ കുറച്ച് വെക്കുക. അതിന് ശേഷം മാവ് കുറേശ്ശായിട്ട് എടുത്ത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
കുറച്ച് മാവ് ഇട്ടാൽ മതി, കാരണം ഇത് വീർത്ത് വരും. അപ്പോൾ കുറച്ച് മാവ് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ആക്കി ഇട്ട് കൊടുക്കുക. തീ ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്, കാരണം നമ്മൾ തീ കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിറം മാറിപ്പോവും, അകത്തൊന്നും വേവാതെ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ചതിന് ശേഷം മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് വീർത്ത് വരും. അപ്പോൾ കുറച്ച് മാവിട്ടാൽ തന്നെ നല്ല വലുപ്പത്തിൽ കിട്ടും അത്. ഇപ്പോൾ ഒരു സൈഡ് ആയി വന്നിട്ടുണ്ട്, നമുക്കിനി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതിൽ കൂടുതൽ സമയം വെച്ചാൽ ഇത് കറുത്തു പോവും. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ചും വറുത്തെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫെർമെൻറ്റേഷനാണ്. നമ്മളിത് എത്ര നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രയും നല്ല പഞ്ഞി പോലെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല തണുത്തതാണ്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്തൊക്കെ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി ആയിട്ടാണുള്ളത്, നല്ല സോഫ്റ്റുമാണ്, ഒട്ടും തന്നെ ഹാർഡൊന്നും അല്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്